പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവാണിന്ന്. നാളെ വെള്ളിയാഴ്ച പകലാണ്. മാത്രമല്ല ഇന്ന് മുഹറം 11ാമത്തെ ദിവസമാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന പല ആളുകളും ഇന്ന് മുഹറം 11ൻ്റെ സുന്നത്ത് നോമ്പ് പിടിച്ചവരായിരിക്കാം. ഞാൻ അവരോടൊന്ന് പറയട്ടെ, ഇന്ന് നിങ്ങൾ നോമ്പ് പിടിച്ചവരാണെങ്കിൽ ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കാതെ പോയാൽ നിങ്ങളുടെ നോമ്പ് പ്രതിഫലം ഇല്ലാതായി മാറും. അള്ളാഹു കാക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നോമ്പ് നമുക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും സ്വീകാര്യയോഗ്യമാകണമെങ്കിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതാണ് ആ കാര്യം? വീഡിയോയിൽ പറയുന്നുണ്ടേ. പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവാകുന്ന ഇന്ന് മഗ്രിബിന് മുമ്പ് ചെറിയൊരു സൂറത്ത് പഠിപ്പിച്ചു തരാം. ഈ സൂറത്ത് നമ്മൾ നിത്യമായി ഓതുന്ന സൂറത്താണ്. ആ സൂറത്ത് ഓതിയാൽ സ്വർഗത്തിൽ ഒരു മനുഷ്യന് അവനിക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള കൊട്ടാരം കിട്ടുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പ്രാവശ്യം ഓതിയാൽ സ്വർഗത്തിൽ കൊട്ടാരം കിട്ടും. സ്വർഗത്തിൻ്റെ 8 കവാടങ്ങൾ അവനിക്ക് വേണ്ടി തുറക്കപ്പെടും. നരകത്തിൻ്റെ 7 കവാടങ്ങൾ അവനിക്ക് വേണ്ടി അടക്കപ്പെടും. അത്രമാത്രം ശ്രേഷ്ഠതയുള്ള ആ സൂറത്ത് ഓതാൻ പറ്റുന്നവർ ഭാഗ്യവാന്മാരാണ്. അപ്പൊ ഇന്ന് മഗ്രിബിന് മുമ്പ് ഓതേണ്ട ആ ചെറിയ സൂറത്ത് ഏതാണെന്ന് ഒന്ന് കേട്ടാലോ? പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ 11ാമത്തെ ദിവസമാകുന്ന ഇന്ന് വെള്ളിയാഴ്ച രാവാണല്ലോ. ഇന്ന് ഒരു സ്വലാത്ത്, ആ സ്വലാത്ത് ഒരു മനുഷ്യൻ ചൊല്ലിയാൽ 10,000 സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലമാണ്. മറ്റ് പണ്ഡിതന്മാർ പറയുന്നു 5 ലക്ഷം സ്വലാത്ത് ചൊല്ലിയ കൂലി. അതുപോലെ അവന്റെ ഹൃദയത്തിലെ മറകളെല്ലാം നീങ്ങി ഈമാൻ ഉറക്കാനും ഈ സ്വലാത്ത് കാരണമാണ്. അപ്പോൾ നമ്മളൊക്കെ സ്ഥിരമായി ഓതാൻ ശ്രമിക്കാറുള്ള ആ സ്വലാത്തും ഏതാണെന്ന് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. മാത്രമല്ല ഈ മുഹറം മാസം ഇനിയുള്ള ദിവസങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, മാത്രമല്ല ഇത്രയും ദിവസം നമ്മൾ ചെയ്തിട്ടുള്ള പുണ്യമായ അമലുകൾ അത് അല്ലാഹു തആല ഖബൂൽ ചെയ്യണമെങ്കിൽ ഒരു കാര്യം നമ്മൾ നാവുകൊണ്ട് പറയേണ്ടതുണ്ട്. എല്ലാ കാര്യവും ഇന്നത്തെ വീഡിയോയിലുണ്ട്. ഒന്ന് കണ്ട് മറ്റുള്ളവർക്ക് കൂടി ഇത് ഷെയർ ചെയ്തു കൊടുക്കണേ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അവൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ മുഹറം മാസം, അൽഹംദുലില്ലാ, ആ മുഹറം മാസത്തിൻ്റെ 11ാമത്തെ ദിവസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇത്രയും ദിവസം, പ്രത്യേകിച്ച് മുഹറം 10 ഇന്നലെ കഴിഞ്ഞു, 9 മിനിഞ്ഞാന്ന് കഴിഞ്ഞു. ഒരുപാട് അമലുകൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചു. അൽഹംദുലില്ലാ, അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നലെ പരിശുദ്ധമായ മുഹറം 10 ആഷൂറയിൻ്റെ പകലായിരുന്നു. ഒരുപാട് അമലുകൾ നമ്മൾ അൽഹംദുലില്ലാ ഒന്നിച്ച് ചെയ്തു അല്ലെ. ഇന്നലെ വൈകിട്ട് നമ്മൾ ഒന്നിച്ച് ദിക്റിൻ്റെ മജ്‌ലിസിൽ പങ്കെടുത്തവരാണ്. അതുപോലെ തന്നെ രാവിലെ നമ്മൾ മുഹറം 10ൻ്റെ ദിവസം ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അതുപോലെ മുഹറം 9ൻ്റെയും മുഹറം 8, മുഹറം 7 ഓരോ ദിവസവും വ്യത്യസ്തമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചു. അൽഹംദുലില്ലാ, അതൊക്കെ നിങ്ങൾ കേട്ടു. നമ്മളെല്ലാവരും നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ എല്ലാം അമൽ ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. മുഹറം 1 മുതൽ 10 വരെ നമ്മൾ ചെയ്തിട്ടുള്ള എന്തെല്ലാം ശ്രേഷ്ഠമായ അമലുകളുണ്ടോ, എന്തെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ള നല്ല കർമ്മങ്ങളുണ്ടോ, സൽക്കർമ്മങ്ങളുണ്ടോ, അതിൻ്റെ പോരായ്മകളെല്ലാം പരിഹരിച്ച് കരുണാവാരിധിയായ റബ്ബ് നമ്മളിൽ നിന്നും സ്വീകരിക്കുകയും അതിലൊക്കെ എന്തെല്ലാം പ്രതിഫലങ്ങളുണ്ടോ, ഓരോ ദിക്ർ പറയുമ്പോഴും വ്യത്യസ്തമായ കൂലികളാണ്. ഓരോ സൂറത്ത് നമ്മൾ ഓതുമ്പോഴും പല കൂലികളാണ്, പല പ്രതിഫലങ്ങളാണ് കിട്ടുക. ഓരോ ആയത്തിനും വ്യത്യസ്തമായ നേട്ടങ്ങളാണ്. അതെല്ലാം അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നലത്തെ വീഡിയോയ്ക്ക് താഴെ, അതുപോലെ മിനിഞ്ഞാന്നത്തെ വീഡിയോയ്ക്കൊക്കെ താഴെ എത്രയോ ദുആ വസിയത്താണ്. ഒരുപാട് ദുആ വസിയത്ത് നമുക്ക് വായിച്ച് തീർക്കാൻ പറ്റാത്ത തരത്തിൽ ഒരുപാട് പേര്, ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഒരുപാട് കഷ്ടപ്പാടുകൾ പറഞ്ഞ്, പ്രയാസങ്ങൾ പറഞ്ഞ്, സങ്കടങ്ങൾ പറഞ്ഞ്, രോഗങ്ങൾ പറഞ്ഞ്, പ്രതിസന്ധികൾ പറഞ്ഞിട്ട് ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി എല്ലാ സദസ്സിലും ദുആരക്കുന്നുണ്ട്, എല്ലാ മജ്‌ലിസിലും നിങ്ങൾക്കൊക്കെ വേണ്ടി ദുആരക്കുന്നുണ്ട്. അല്ലാഹു തആല ആരെല്ലാം നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ, പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമന്റായി ആരെല്ലാം ദുആ വസിയത്ത് പറഞ്ഞു, എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രശ്നങ്ങളും അല്ലാഹു തആല മാറ്റി
കൊടുക്കട്ടെ. എല്ലാവരുടെയും സങ്കടങ്ങൾ അല്ലാഹു തആല തീർക്കുകയും എല്ലാവിധ സമാധാനവും റാഹത്തും നമുക്ക് അല്ലാഹു നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ഫജ്റിന്റെ 2-ാമത്തെ ആയത്ത് വൽ ഫജ്ർ വലയാലിൻ അശ്ർ. വൽ ഫജ്ർ പ്രഭാതത്തെ തന്നെയാണ് സത്യം, വലയാലിൻ അശ്ർ 10 രാത്രികളെ തന്നെയാണ് സത്യം. ആ 10 രാത്രികൾ ഏതാണെന്ന് 3 അഭിപ്രായം ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഒന്ന്, അത് പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ ദിനങ്ങളാണ്, അവസാനത്തെ 10 ദിവസമാണ്. അല്ലെങ്കിൽ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസമാണ്. അല്ലെങ്കിൽ മുഹറം മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. അപ്പോൾ മുഹറം മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ അത് നമ്മളിൽ നിന്നും ഇതാ വിട പറഞ്ഞ് നമ്മളെല്ലാവരും മുഹറം മാസത്തിന്റെ 11-ാമത്തെ ദിവസത്തിലാണ് ഉള്ളത്. ഇന്ന് പവിത്രമായ മുഹറം മാസത്തിന്റെ 2-ാമത്തെ വെള്ളിയാഴ്ച രാവാണ്. നാളെ 2-ാമത്തെ വെള്ളിയാഴ്ച പകൽ നമ്മളിലേക്ക് വരികയാണ്. അല്ലാഹുവേ പടച്ചവനെ, അല്ലാഹുവേ ഗഫൂറായ അല്ലാഹ്, സത്താറായ അല്ലാഹ്, റഹീമായ അല്ലാഹ്, അല്ലാഹുവേ പാപികളായ ദോഷികളായ ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഇന്നത്തെ ക്ലാസ്സിൽ ഞങ്ങൾ ഒരു പിടി സ്വലാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ പോവുകയാണ്. അല്ലാഹുവേ മുത്തായ റസൂലിന്റെ സ്വലാത്ത് ഞങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങൾ കേൾക്കുന്നുണ്ട്, ഞങ്ങൾ പഠിക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും പ്രതിഫലം ഞങ്ങൾക്ക് നീ ദുനിയാവിലും ആഖിറത്തിലും നൽകണേ അല്ലാ. ഇതുവരെ ചെയ്തിട്ടുള്ള മുഴുവൻ അമലുകളും നീ സ്വീകരിക്കണേ അല്ലാ. ഇനിയുള്ള ദിവസങ്ങളിൽ അല്ലാഹുവേ നിന്റെ തൃപ്തി അനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നീ തൗഫീക്ക് തരണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ 1 മുതൽ 10 വരെ നമ്മൾ ചെയ്ത ഒരുപാട് അമലുകൾ, നോമ്പ് പിടിച്ചവരുണ്ട്, അതുപോലെ ഖത്മ് തീർത്ത ആളുകളുണ്ട്. 1 മുതൽ തുടങ്ങി 10-ാമത്തെ ദിവസം ഇന്നലെ ഖത്മ് തീർത്ത ഒരുപാട് ഉപ്പമാരുണ്ടാകും. സ്വലാത്ത് ചൊല്ലി, ദിക്ർ ചൊല്ലി, തസ്ബീഹ് പറഞ്ഞു, ഇസ്തിഗ്ഫാർ പറഞ്ഞു, തൗബ ചെയ്തു. ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരുപാട് അമലുകൾ ചെയ്യുക മാത്രമല്ല, ആ ചെയ്യുന്ന അമലുകൾ അല്ലാഹുവേ നീ സ്വീകരിക്കണേ എന്ന് ദുആരക്കേണ്ട ബാധ്യത കൂടി നമുക്കുണ്ട്. ഒരുപാട് നിസ്കരിച്ചു കൂട്ടുക മാത്രമല്ല, ഇതൊക്കെ അല്ലാഹ് നീ സ്വീകരിക്കണേ നമ്മൾ അല്ലാഹുവിനോട് ദുആരക്കണം. അതിനെന്താണ് വിശുദ്ധമായ ഖുർആനിൽ മഹാനായ ഇബ്രാഹിം നബിയും മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ 2 പ്രവാചകന്മാരും ചെയ്തൊരു ദുആ നമുക്ക് വിശുദ്ധമായ ഖുർആനിൽ കാണാം. ആ ദുആ നമ്മൾ ഈ ഒരു സമയത്ത് പറയണം. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിലും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ആ ദുആ പതിവാക്കണം. ഏതാണ് ആ ദുആ? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ഇതറിയാവുന്ന ദുആ അല്ലേ? ഇതിങ്ങനെ പതിവാക്കിക്കോ. എന്നാൽ നമ്മൾ ചെയ്തു പോയ എല്ലാ അമലുകളും അല്ലാഹു സ്വീകരിക്കും. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ 1 മുതൽ 10 വരെ നിരന്തരമായി നോമ്പ് പിടിച്ച ഒരുപാട് ഉമ്മമാര് നമ്മുടെ ക്ലാസ് കേൾക്കുന്നുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും. അല്ലെങ്കിൽ മുഹറം 9-നും 10-നും നോമ്പ് പിടിച്ച നിരവധി ആളുകൾ, ഭൂരിഭാഗം ആളുകളും അങ്ങനെ മുഹറം 9-നും നോമ്പ് പിടിച്ചു, 10-ന് ഇന്നലേക്ക് നോമ്പ് പിടിച്ചു. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇന്ന് മുഹറം 11 ഇന്നും നോമ്പ് പിടിച്ച ഒരുപാട് ഉമ്മമാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, അല്ലെ? ഇന്ന് നിങ്ങൾ ളുഹറിന് മുമ്പാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ നോമ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ 2 നിയ്യത്ത് വെക്കാൻ മറന്നു പോവണ്ട. ഒന്ന്, ഇന്ന് വ്യാഴാഴ്ചയാണ്, വ്യാഴാഴ്ച ദിവസത്തിൽ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ ഇതിൻ്റെ കൂടെ പിടിക്കുന്നു എന്ന് നിയ്യത്തും നിങ്ങൾക്ക് വെക്കാം. പിന്നെ നമ്മൾ മുഹറം 11-ന്റെ സുന്നത്തായ നോമ്പും അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു എന്ന് നമുക്ക് നിയ്യത്ത് വെക്കാം. ഇത് ഇന്നലെ രാത്രി വെക്കലായിരുന്നു ഖൈർ, പിന്നെ സുന്നത്ത് നോമ്പായതുകൊണ്ട് ഇന്ന് ളുഹറിന് മുമ്പെങ്കിലും നമുക്കിത് വെക്കാം. ളുഹറിന് മുമ്പ് നിയ്യത്ത് വെക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ, അതായത് ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക പോലത്തൊന്നും കാര്യം ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ നോമ്പിന്റെ നിയ്യത്ത് കൂടി വെക്കാവുന്നതാണ്. പിന്നെ പല ഉമ്മമാരും സംശയം പറഞ്ഞു, ഉസ്താദ് ഞങ്ങൾക്ക് മുഹറം 9-നും 10-നും നോമ്പ് പിടിക്കാൻ പറ്റിയിട്ടില്ല, അപ്പോൾ ഞങ്ങൾക്ക് 11-ന് മാത്രം പിടിക്കാം, കുഴപ്പമില്ല. ഇന്ന് 11-ാമത്തെ ദിവസമാണ്. ഇന്ന് നോമ്പുള്ള ഒരുപാട് ഉമ്മച്ചിമാരുണ്ട്, ഒരുപാട് വാപ്പമാരുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, അതായത് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നു, മുഹറം 9-ന് അല്ലെങ്കിൽ 10-ന് നോമ്പ് പിടിക്കാൻ പറ്റാത്ത ആളുകൾക്ക് മുഹറം 11, ഇനി മുഹറം 12 വരുന്നു, 13, എല്ലാ ദിവസവും നിങ്ങൾക്ക് പറ്റുന്നതുപോലെ നോമ്പ് പിടിക്കാം. മുഹറം 9-നും 10-നും ഒക്കെ പിടിക്കാൻ പറ്റാത്ത ഒരുപാട് ഉമ്മമാരുണ്ടാകും. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആ നോമ്പ് ഖളാ വീട്ടാം. എങ്ങനെ? മുഹറം 9-നോ 10-നോ ആർക്കെങ്കിലും നോമ്പ് പിടിക്കാൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് മുഹറം 11 ഇനി 12 വരുന്നു, 13 വരുന്നു. അപ്പോൾ മുഹറം 30 വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദിവസം, 2 ദിവസം ഈ മുഹറം 9-നും 10-നും നോമ്പ് പിടിക്കാൻ പറ്റാത്തവർക്ക് ഖളാ വീട്ടാം. എങ്ങനെ ഖളാ വീട്ടാം? എന്താ നിയ്യത്ത് വെക്കേണ്ടത്? മുഹറം 9-ന്റെ താസുആഇന്റെ എനിക്ക് നഷ്ടപ്പെട്ടു പോയ, എനിക്ക് ഖളാ ആയിപ്പോയ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ച് ഇനി വരുന്ന ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് നോമ്പ് പിടിക്കാം. അല്ലെങ്കിൽ മുഹറം 10-ന്റെ ആശുറാഇന്റെ നോമ്പ്, എനിക്ക് നഷ്ടപ്പെട്ടു പോയ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിച്ചു വീട്ടുന്നു എന്ന് നിങ്ങൾക്ക് നിയ്യത്ത് വെച്ചിട്ട് ഇനി വരുന്ന ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് നോമ്പ് പിടിക്കാം.
അപ്പോൾ മുഹറം 9-നും 10-നും എന്തെങ്കിലും രോഗമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും യാത്ര ചെയ്യുന്ന അവസ്ഥയിലോ അല്ലെങ്കിൽ ഉമ്മമാരെ സഹോദരിമാർക്ക് നിസ്കാരമില്ലാത്ത സമയമായതുകൊണ്ടോ നിങ്ങൾക്ക് ഈ ഒരു ദിവസങ്ങളിൽ നോമ്പ് പിടിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഇന്നോ അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിലോ നിങ്ങൾക്കത് ഖളാ വീട്ടുന്നു എന്ന നിയ്യത്തിൽ പിടിക്കാവുന്നതാണ്. അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ മുഹറം മാസത്തിൻ്റെ നോമ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മൾ ഒരുപാട് കേട്ടു. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഒരുപാട് നമ്മൾ പറഞ്ഞു. ഇനി തൽക്കാലം അങ്ങോട്ട് കടക്കുന്നില്ല. ഇപ്പോൾ 11 നോമ്പ് പിടിക്കുന്നവർ 12, 13, 14, 15 അങ്ങനെ ഏത് ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് നോമ്പ് പിടിക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ നോമ്പുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെയധികം ആഗ്രഹിച്ചിരുന്നു, നബി തങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്ത്, ഈ മുഹറം മാസം മുഴുവനും നോമ്പ് പിടിക്കാൻ. അങ്ങനെ ഒരു ഹദീസിൽ കാണാം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ചിരുന്നത് ഏതിലാണെന്നറിയോ? ശഅബാൻ മാസത്തിലായിരുന്നു. പക്ഷെ നബി തങ്ങളുടെ അവസാന കാലഘട്ടമായപ്പോൾ നബി തങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചു എന്ത്, മുഹറം മാസം മുഴുവനും നോമ്പ് പിടിക്കാൻ. അതുകൊണ്ട് നമുക്കും മുഹറം മാസത്തിൽ ഇനി വരുന്ന ദിവസങ്ങളിലും നോമ്പ് പിടിക്കാം. പിന്നെ പറ്റുന്നവരൊക്കെ, നിർബന്ധമായ കാര്യമൊന്നുമല്ല, പറ്റുന്നവർ പിന്നെ നമുക്ക് റമളാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പ് അല്ലെങ്കിൽ പ്രസവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സഹോദരിമാർക്ക് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ആ നോമ്പൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ പറ്റുന്നതുപോലെ നിങ്ങൾ ഖളാ വീട്ടൽ നല്ലതാണ്. അല്ലാഹു തആല നമ്മൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തും പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് പരിപാവനമായ വെള്ളിയാഴ്ച രാവാൻ, രണ്ടാമത്തെ മുഹറം മാസത്തിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവാൻ. വെള്ളിയാഴ്ച രാവിന്റെ മഹത്വം, വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വം ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഓരോ വെള്ളിയാഴ്ച ദിവസം വരുമ്പോഴും അതൊന്ന് ഉണർത്തേണ്ട ബാധ്യത എനിക്കും ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങളോടൊന്ന് ഉണർത്തുകയാണ്. ആദ്യം എൻ്റെ നഫ്സിനോടും പിന്നെ നിങ്ങൾ ഓരോരുത്തരോടും പറയട്ടെ, പരിപാവനമായ വെള്ളിയാഴ്ച, നാളെ വെള്ളിയാഴ്ച ദിവസത്തിന് ഇന്നേ നമ്മൾ ഒരുങ്ങണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു യൗമൽ ഖിയാമ, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ്. ഇവിടെ സൂര്യൻ ഉദിക്കുന്ന ദിവസത്തിൽ ഏറ്റവും പുണ്യമുള്ള ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. ഇതൊരു ഹദീസാണ്. ആ ഹദീസിന്റെ തുടർച്ചയായിട്ട് കാണാം, ആദം നബിയെ സൃഷ്ടിച്ചു, ആദം നബിയുടെ തൗബ സ്വീകരിച്ചു, ആദം നബിയെ അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കി, പിന്നെ അതുപോലെ തന്നെ ലോകത്താദ്യമായി മഴ പെയ്തു, അതുപോലെ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചത് ഈ വെള്ളിയാഴ്ച ദിവസമാണ്. അതുപോലെ ലോകം അവസാനിക്കുന്നത്, ഖിയാമത്ത് നാളെ സംഭവിക്കുന്നതും ഒരു വെള്ളിയാഴ്ചയാണ് എന്ന് നമുക്ക് ഒരു ഹദീസിൽ കാണാം. ആ ഹദീസിന്റെ വിശദീകരണ ഗ്രന്ഥങ്ങളിൽ ഒരു കാര്യം കൂടി എഴുതി വെച്ചിട്ടുണ്ട്. എന്ത്? മുഹറം മാസത്തിലെ ആശുറാഇന്റെ, മുഹറം മാസത്തിലെ 10ാമത്തെ ദിവസം ഒരു വെള്ളിയാഴ്ച ദിവസമായിരിക്കും ലോകം അവസാനിക്കുക, ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്ന് പോലും നമുക്ക് ഒരു കിതാബിൽ കാണാം. അപ്പൊ അത്രമാത്രം വലിയ പ്രാധാന്യം കൊടുക്കേണ്ട, പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രാധാന്യം പോലെ വളരെയധികം ശ്രേഷ്ഠതയുള്ള ഒരു സമയമാണ് വെള്ളിയാഴ്ച രാവ്. അപ്പൊ അതുകൊണ്ട് എൻ്റെ ഉമ്മമാരോടും ഉപ്പമാരോടും പറയട്ടെ, വെള്ളിയാഴ്ച രാവിലെ ഒരു സമയമുണ്ട്, വെള്ളിയാഴ്ച ദിവസത്തിലും വെള്ളിയാഴ്ച രാവിലും ഒരു സമയമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ദുആക്ക് അല്ലാഹു തആല വേഗത്തിൽ ഉത്തരം നൽകുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അതുപോലെ വെള്ളിയാഴ്ച രാവ്, പരിശുദ്ധമായ റമളാനിൽ ലൈലത്തുൽ ഖദറിന്റെ ഒരു സമയമുണ്ടല്ലോ, ലൈലത്തുൽ ഖദറിന്റെ രാത്രി. ആ രാത്രിയിൽ അല്ലാഹു തആല അത് എന്നാണ് വെച്ചിട്ടുള്ളതെന്ന് അറിയില്ല. റമളാൻ 1 മുതൽ 30 വരെയുള്ള ഏത് ദിവസവും നമുക്ക് ലൈലത്തുൽ ഖദർ ആവാം എന്നാണെന്ന് നമുക്ക് ഉറപ്പില്ല. എന്നതുപോലെ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും ആയിട്ട് ഒരു സമയമുണ്ട്. ആ സമയം നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്താലും അല്ലാഹു ആ ദുആ സ്വീകരിക്കുന്നതാണ്. പക്ഷേ ഏത് സമയമാണെന്നറിയില്ല. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ, പല പണ്ഡിതന്മാരും പറയുന്നുണ്ട് അത് ഈ വെള്ളിയാഴ്ച രാവിലെ അസറിന് ശേഷമുള്ള സമയമാണ്. ഇപ്പോ വെള്ളിയാഴ്ച രാവ്, വ്യാഴാഴ്ച ദിവസമല്ലേ, ഇന്ന് അസറിന് ശേഷമുള്ള സമയത്ത് വളരെയധികം പ്രാധാന്യമുള്ള സമയമാണ്. ആ സമയത്ത് നമ്മൾ ദുആ ചെയ്താൽ അല്ലാഹു നമ്മുടെ ദുആഇനെ സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരോട് ഞാനൊന്ന് പറയട്ടെ, വെള്ളിയാഴ്ച രാവായ ഇന്ന് മഗ്രിബിന് മുമ്പ് ഒരു ചെറിയ സൂറത്ത് എൻ്റെ ഉമ്മ ഒരു പ്രാവശ്യം നിങ്ങൾ ഓതിയാൽ സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ തുറക്കപ്പെടും. മാത്രമല്ല ഈ സൂറത്ത് ഒരു മനുഷ്യൻ ഒരു പ്രാവശ്യം ഓതിയാൽ അല്ലാഹു അവനിക്ക് കൊടുക്കുന്നത് സ്വർഗത്തിൽ ഒരു മരതകത്തിന്റെ കൊട്ടാരമാണ്, ഒരു സ്വർണത്തിന്റെ കൊട്ടാരമാണ്, ഒരു വെള്ളിയുടെ കൊട്ടാരമാണ്. അവൻ ഏത് വസ്തുവിന്റെ, സ്വർണമെങ്കിൽ സ്വർണം, വെള്ളിയെങ്കിൽ വെള്ളി, വൈഢൂര്യമെങ്കിൽ വൈഢൂര്യം,
അതുപോലെ രത്നമെങ്കിൽ രത്നം, ഏതാണോ അവൻ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു കൊട്ടാരം അവനിക്ക് പണിയപ്പെടുമെന്ന് നമുക്ക് ഹദീസിൽ കാണാം. അതുകൊണ്ട് ഏതാണ് ഈ വിശുദ്ധമായ ഈ മുഹറം മാസത്തിന്റെ 2ാമത്തെ വെള്ളിയാഴ്ച രാവാണല്ലോ ഇന്ന് മഗ്‌രിബിന് മുമ്പ് എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഞാനൊന്ന് പറയട്ടെ. പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. ആ സൂറത്ത് 70,000 മലക്കുകളുടെ അകമ്പടിയോടുകൂടി ഭൂമിയിലേക്ക് ഇറങ്ങിയ സൂറത്താണെന്ന് നമുക്ക് ഹദീസിന്റെ കിതാബിൽ കാണാം, തഫ്സീറിൽ നമുക്ക് കാണാം. ആ ഒരു സൂറത്ത് ഒരു പ്രാവശ്യം ഒരുവൻ മനസ്സാന്നിധ്യത്തോടെ അവൻ ഓതിക്കഴിഞ്ഞാൽ നരകത്തിന്റെ 7 കവാടങ്ങൾ അടക്കപ്പെടുകയും സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ അവനിക്ക് വേണ്ടി തുറക്കപ്പെടുന്നതാണ്. മാത്രമല്ല ബനല്ലാഹു ലഹു ഖസ്റുൻ ഫിൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ അവനിക്ക് വേണ്ടി ഒരു കൊട്ടാരം പണിയുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരുകയാണ്. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ, ഏതാണ് ആ സൂറത്ത്? നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളെല്ലാ നിസ്കാരത്തിലും പലപ്പോഴും ഓതുന്നതാണ്. നബി തങ്ങൾ പറയുന്നു, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതിയാൽ 10 മറ, 10 പ്രാവശ്യം അവൻ ഓതിയാൽ അല്ലാഹുവിൻ്റെ റസൂല് പറയുകയാണ്, അവൻ്റെ ഈമാൻ സാദത്ത്, അവൻ്റെ ഈമാൻ വർദ്ധിക്കുന്നതാണ്, അവൻ്റെ ഈമാൻ വർദ്ധിക്കുന്നതാണ്. മാത്രമല്ല അവനിക്ക് വേണ്ടി സ്വർഗത്തിൽ കൊട്ടാരങ്ങൾ അല്ലാഹു പണിയുന്നതാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഓതിയാൽ ഒരു കൊട്ടാരമുണ്ടെന്ന് നമുക്ക് കാണാം. 10 പ്രാവശ്യം ഓതിയാൽ ഒരു കൊട്ടാരം കിട്ടുമെന്നും നമുക്കൊരു ഹദീസിൽ പല റിവായത്തിലും പല രൂപത്തിലാണ് ഹദീസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം എത്ര കൊട്ടാരം വാങ്ങാം? എത്ര കൊട്ടാരങ്ങൾ വാങ്ങിയെടുക്കാം? ഇന്ന് മഗ്‌രിബിന് പള്ളിയിൽ നിസ്കരിക്കുന്ന ഉപ്പമാർക്കറിയാം, ജമാഅത്തായി നിസ്കരിക്കുന്ന ഉപ്പമാർക്കറിയാം, എല്ലാ പള്ളികളിലും ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. ഇന്ന് മഗ്‌രിബ് നമസ്കാരത്തിന്റെ 2ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്താണ് ഓതും അല്ലേ? 1ാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതും, 2ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതും. എന്തേ? പ്രത്യേകം സുന്നത്താണ്. വെള്ളിയാഴ്ച രാവിലെ വലിയ മഹത്വമുണ്ട്. എന്ത്? ഈ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അല്ലേ? സുലുസുൽ ഖുർആൻ, ഖുർആനിന്റെ 1/3 ഖുർആനിന്റെ 1/3 3 പ്രാവശ്യം ഇത് ഓതിയാൽ ഖുർആൻ മുഴുവനും ഖത്മ് തീർത്ത. ഇതൊക്കെ നമുക്ക് അറിയാവുന്നത്. അറിയാമായിട്ടും നമ്മൾ എത്ര പ്രാവശ്യം എത്ര പേര് ഓതുന്നുണ്ട്? ഓതൽ വളരെ കുറവാ. ഒരു സ്വഹാബി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരാതി പറഞ്ഞു, നബിയെ, ഞാൻ ഒരു സ്വഹാബിയെ പറ്റി മറ്റൊരു സ്വഹാബിയെ പറ്റി പരാതി പറയാൻ വന്നതാണ്. കാരണം ഓൻ എപ്പോൾ നിസ്കരിക്കാൻ നിന്നാലും ഈ സൂറത്തുൽ ഇഖ്ലാസ് മാത്രമേ ഓൻ ഓതുള്ളൂ, വേറെ സൂറത്തൊന്നും ഓതുന്നില്ല. ഒരു പരാതിയുമായി വന്നു. ആ സമയത്ത് നബി തങ്ങൾ ആ പരാതി പറയപ്പെട്ട സ്വഹാബിയെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തേ നീ നിസ്കരിക്കുമ്പോൾ ഈ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് മാത്രം ഓതുന്നു, വേറെ സൂറത്തൊന്നും അറിയില്ലേ? ആ സമയത്ത് ആ സ്വഹാബി, നബിയെ, ഞാൻ ആ സൂറത്തിനെ ഭയങ്കരമായിട്ട് ഹുബ്ബ് വെക്കുകയാണ്, ഞാൻ ആ സൂറത്തിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞത്, നീ ആ സൂറത്തിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ആ സൂറത്ത് നിന്നെയും ഇഷ്ടപ്പെടും. മാത്രമല്ല നിങ്ങൾ രണ്ടുപേരും സ്വർഗത്തിലായിരിക്കും. അതായത് സൂറത്തുൽ ഇഖ്ലാസ് സ്വർഗത്തിലാണ്, അതോടൊപ്പം നീയും സ്വർഗത്തിലാണെന്നാണ്. അപ്പൊ അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, ഇന്നത്തെ മഗ്‌രിബിന് മുമ്പ് ആർക്കാണ് ഒരു 10 പ്രാവശ്യം ആർക്കാണ് നല്ല മനസാന്നിധ്യത്തോടു കൂടി സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ പറ്റുക എങ്കിൽ അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ കൊട്ടാരങ്ങൾ, ഒരു കൊട്ടാരമല്ല, കൊട്ടാരങ്ങൾ അല്ലാഹു തആല അവനിക്ക് കൊടുക്കുന്നതാണ്. ഒരു 6 സെക്കൻഡ് മതി ഒരു സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ. 6 സെക്കൻഡ് മതി. അല്ലാഹുവിനെ പറ്റി മാത്രം പറയുന്ന സൂറത്താണ് അല്ലെ? അല്ലാഹുവിനെ പറ്റി മാത്രം പറയുന്ന സൂറത്താണ്. വേറെ ഒരു ചർച്ചയും അതിലില്ല. അതുകൊണ്ട് എൻ്റെ ഉമ്മ, പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച രാവിലെ മുഹറം മാസത്തിന്റെ 11ാമത്തെ ദിവസത്തിലെ പുണ്യമായ ഈ സമയത്ത് നമുക്ക് ഓതി തുടങ്ങാം. പരിശുദ്ധമായ ഖുർആനിലെ ചെറിയ സൂറത്തുകളിൽ ഒന്നായ സൂറത്തുൽ ഇഖ്ലാസ് ഒന്ന് ഓദിക്കേ, എല്ലാവർക്കും ഒന്ന് ഓദിക്കേ. നമുക്കിപ്പോൾ ഒരു പ്രാവശ്യം ഓതാം, നിങ്ങൾ ഒരു 10 പ്രാവശ്യം ഓതി തീർക്കുക കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്
അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇപ്പോൾ ഒരു പ്രാവശ്യം ഓതിയിട്ടുള്ളൂ, നിങ്ങൾക്ക് 10 പ്രാവശ്യം 9 പ്രാവശ്യം ഓതിയ 10ആയി, സ്വർഗത്തിലൊരു കൊട്ടാരം കെട്ടി. അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ വെള്ളിയാഴ്ച രാവാണ്. വെള്ളിയാഴ്ച രാവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ. നാളത്തെ വെള്ളിയാഴ്ച ജുമാക്ക് വേണ്ടി ഒരുങ്ങുക, ഇപ്പോഴേ ഒരുങ്ങുക. ഇപ്പോഴേ നമ്മൾ നാളെ ഏത് വസ്ത്രം ധരിക്കണമെന്ന് തലേന്ന് തീരുമാനിക്കണമെന്നാണ്. അല്ലാതെ വെള്ളിയാഴ്ച രാവിലെ കുളിച്ചൊരുങ്ങിയിട്ട് ഏതിടും അപ്പോഴല്ല തീരുമാനിക്കേണ്ടത്. വ്യാഴാഴ്ച തീരുമാനിക്കണം പുരുഷന്മാര് വെള്ളിയാഴ്ച പോകുമ്പോൾ ഏതുടുപ്പിടണമെന്നും. പിന്നെ വെള്ളിയാഴ്ച രാവിൽ തന്നെ നമുക്ക് സൂറത്തുൽ കഹ്ഫ് ഓതാൻ പറ്റിയാൽ അത് വലിയ ഖൈറാൻ. സൂറത്തുൽ ദുഖാനുണ്ട്, സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുൽക്ക്, ആയത്തുൽ കുർസി, ഇപ്പൊ നമ്മൾ പറഞ്ഞ സൂറത്തുൽ ഇഖ്ലാസ്, അതുപോലെ സൂറത്തുൽ തൗബയുടെ അവസാനത്തെ 2 ആയത്ത് ലഖദ് ജാഅകും എന്ന് തുടങ്ങുന്ന അതിപ്രധാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറയുന്ന ഒരു 2 ആയത്തുകളാണ്. എന്താണ്? നബിതങ്ങളുടെ ശഫാഅത്ത് നമുക്ക് നിർബന്ധമായും കിട്ടുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ച അതിപ്രധാനപ്പെട്ട 2 ആയത്താണ് സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്ത്. പ്രത്യേകിച്ച് ഈ വെള്ളിയാഴ്ച രാവിൽ ഒരുപാട് കണ്ട് അധികരിപ്പിച്ചാൽ ഒരുപാട് നേട്ടമാണ്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഈ പ്രധാനപ്പെട്ട ആയത്ത് മറന്നു പോവരുതേ. അതുപോലെ നാളെ നേരത്തെ പള്ളിയിലേക്ക് പരമാവധി പുരുഷന്മാര് പോണേ. അതുപോലെ തന്നെ പരമാവധി നല്ല സുന്നത്തായ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പോകണം. നല്ല സുഗന്ധം ഉപയോഗിക്കണം. അതുപോലെ തന്നെ നേരത്തെ പള്ളിയിലേക്ക് പോകണം. വെള്ളവസ്ത്രം കഴിയുന്നത് പോലെ ധരിക്കുക. സൂറത്തുൽ കഹ്ഫിന്റെ പാരായണം. പള്ളിയിൽ ചെന്നാൽ വലത് കാലുകൊണ്ട് കയറണേ. അല്ലാഹുമ്മ അഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന നിയ്യത്ത് വെക്കണേ. അതുപോലെ ആ ദിക്ർ പറയണേ. അതുപോലെ ഇഅ്തികാഫിന്റെ നിയ്യത്തോടുകൂടി പള്ളിയിൽ ഇരിക്കണേ. പള്ളിയുടെ ആദാബുകൾ പാലിക്കണേ. ഇമാം ഖുതുബ ഓതുമ്പോൾ ഉറങ്ങരുതേ, മൊബൈലിൽ കളിക്കരുതേ, മറ്റ് ചിന്തകളിലേക്ക് പോവരുതേ. ഖുതുബ ഓതുന്ന സമയത്ത് ഖുതുബ ശ്രദ്ധിക്കണേ. നിസ്കാരം കൃത്യമായി നമ്മൾ നിസ്കരിക്കണേ. ജുമുഅക്ക് ശേഷം നമ്മൾ ഒന്ന് ദുആ ചെയ്തിട്ട് വേണേ പോരാൻ. ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ട്. ആ പ്രശ്നങ്ങൾ മാറാൻ ദുആ രക്കണേ. ഇത് പറയുമ്പോൾ പല ഉമ്മമാരും ചിന്തിക്കുന്നുണ്ടാകും, ഇതൊക്കെ പുരുഷന്മാർക്കല്ലേ, ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ഇതൊന്നും ഇല്ലല്ലോ. എൻ്റെ ഉമ്മ ഒരു സഹോദരൻ ചോദിച്ചിരുന്നു, ഉസ്താദേ, വെള്ളിയാഴ്ച ദിവസത്തിൽ പള്ളിയിൽ നിന്നും ആണുങ്ങളൊക്കെ ജുമയെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം മാത്രമാണോ ഞങ്ങൾക്ക് ളുഹർ നിസ്കരിക്കാൻ പറ്റൂ? അങ്ങനെയല്ല. നിങ്ങൾക്ക് ളുഹറിന്റെ സമയമായ, അതായത് ജുമയുടെ ബാങ്ക് വിളിച്ചാൽ നിങ്ങൾക്ക് വേഗത്തിൽ ളുഹർ നിസ്കരിക്കാം. അത് ഒരു തടസ്സവും അവിടെ ഇല്ല. ഖുതുബ കഴിയാനോ ജുമ കഴിയാനോ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കത് നിസ്കരിക്കാം. ആരെങ്കിലും അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് അല്പം വിവരം കുറഞ്ഞതുകൊണ്ടാണ്. കാരണം വേറൊന്നുമില്ല, വിവരമില്ല എന്ന് പറയാം, അല്പം വിവരം കുറഞ്ഞതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. അങ്ങനെയൊന്നുമില്ല. അതായത് പെണ്ണുങ്ങൾക്ക് നേരത്തെ നിസ്കാരപ്പായിലേക്ക് പോവുക. വെള്ളിയാഴ്ച ദിവസമല്ലേ, ആ ജുമ ഖുതുബ നടക്കുന്ന സമയത്ത് വീട്ടു ജോലിയൊക്കെ ചെയ്തതിൽ ഒരു ബർക്കത്ത് കേടാൻ. കാരണം അവിടെ എല്ലാവരും, ലോകത്തുള്ള മുഅ്മിനീങ്ങൾ എല്ലാവരും ഇങ്ങനെ മലക്കുകൾ ഉൾപ്പെടെ ഖുതുബ കേൾക്കുന്നു, ഇബാദത്തിലായി കഴിയുന്നു. ആ സമയത്ത് നമ്മൾ മറ്റു ജോലികളിൽ ഏർപ്പെടാതിരിക്കലാണ് നല്ലത്. ആ സമയത്ത്, അതായത് ഒരു ജുമയുടെ ബാങ്ക് വിളിക്കുക, ഒരു 12:30 ബാങ്ക് ആണെങ്കിൽ ഒരു 1:30 വരെ, ആ ഒരു മണിക്കൂർ ഉണ്ടല്ലോ, 1 മണിക്കൂർ നിങ്ങൾ ഇബാദത്തിൽ തന്നെ കഴിയണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ ഒരു സമയം, 1 മണിയുടെയൊക്കെ സമയം, ഒരു 12:45 1 മണി എന്നൊക്കെ പറയുന്ന ആ ഒരു ടൈം എല്ലാ പള്ളികളിലും എന്തായിരിക്കും? ഈ ഖുതുബയുടെ സമയമായിരിക്കും. ആ സമയത്ത് നിങ്ങൾ നിസ്കാരപ്പായിൽ കയറി 4 റക്അത്ത് ളുഹർ നിസ്കരിക്കുക, മുമ്പ് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കുക, പരമാവധി ദിക്റും സ്വലാത്തൊക്കെ പറയുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞ സൂറത്തുൽ ഇഖ്ലാസ് ഒക്കെ ഒരുപാട് വട്ടം ഓതുക. ഒരുപാട് വട്ടം ഓതിയാൽ വലിയ പ്രതിഫലമാണ്. എന്നിട്ട് ദുആ ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു സ്വലാത്ത്, നമുക്കറിയാം ഒരുപാട് സ്വലാത്ത് നമ്മൾ ചെല്ലാറുണ്ട്. വെള്ളിയാഴ്ച രാവിലും പകലിലും ചെയ്യേണ്ട അമലുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ. ഒരുപാട് സ്വലാത്തിന്റെ ശ്രേഷ്ഠത നിരവധിയാണ്. ഒരു മനുഷ്യൻ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവൻ മലക്കുകളോട് യോജിക്കുമെന്നാണ്. മലക്കുകൾ അവനെ ഇഷ്ടപ്പെടുമെന്നാണ്. കാരണം മലക്കുകൾ സ്ഥിരമായി ചെയ്യുന്ന ഒരു ജോലിയാണ് എന്ത്? സ്വലാത്ത് ചൊല്ലുക. അപ്പോൾ ഒരു മനുഷ്യൻ സ്വലാത്ത് ചൊല്ലിയാൽ മലക്കുകൾ ഇവരെ ഇഷ്ടപ്പെടുകയും മലക്കുകളുടെ പ്രവർത്തനത്തോട് നമുക്ക് യോജിച്ചു വരാൻ പറ്റും. അത് നമ്മുടെ ജീവിതം വിജയിക്കാൻ കാരണമാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ, ആ സ്വലാത്ത് ചൊല്ലിയ നാവ് കൊണ്ട് നമ്മൾ ദുആ ചെയ്താൽ നമ്മുടെ ദുആക്ക് ഇജാബത്ത് ഉറപ്പാൻ. മാത്രമല്ല സ്വലാത്ത്
സ്വലാത്ത് ചൊല്ലിയവരെ കാത്ത അല്ലാഹുവിന്റെ ഹബീബ് നാളെ മഹ്ശറയിൽ ഇങ്ങനെ നോക്കി നിൽക്കും. ആരാണ് എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിയത്? ഇതിൽ ആരാണ് സ്വലാത്ത് ചൊല്ലിയത്? സ്വലാത്ത് ചൊല്ലിയവരെ കാണുമ്പോൾ നബി തങ്ങൾ പ്രത്യേകം അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുമെന്നാണ്. ദാരിദ്ര്യം പോകുമേ, ടെൻഷൻ മാറുമേ, പ്രയാസങ്ങൾ ദൂരീകരിക്കപ്പെടുമേ, ഖബറിന്റെ ശിക്ഷയെ തൊട്ടുള്ള രക്ഷ കിട്ടുമേ, മഹ്ശറയിൽ നമുക്ക് വലിയ സൗഭാഗ്യമുണ്ടാകുമേ, മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് മരിക്കാനുള്ള അവസരം അല്ലാഹു തരുമേ. മാത്രമല്ല സ്വലാത്ത് ചൊല്ലുന്നവരുടെ പേരും ഊരുമെല്ലാം മലക്കുകൾ മുത്തായ റസൂലിനെ അറിയിച്ചു കൊടുക്കുമേ. ഇങ്ങനെ നിരവധി പ്രതിഫലങ്ങൾ. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ഒരുപാട് പ്രതിഫലങ്ങളാണ്. എല്ലാ സ്വലാത്തും നമുക്കറിയാം. ഇന്ന് സ്വലാത്തുൽ ഫാത്തിഹിന്റെ ശ്രേഷ്ഠത നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സ്വലാത്തുൽ ഫാത്തിഹിന്റെ ഇനി അങ്ങോട്ട് കടക്കുന്നില്ല. പക്ഷെ എന്നാലും സ്വലാത്തുൽ ഫാത്തിഹ നമ്മൾ ഓതിയാൽ നിരവധി പ്രതിഫലം. നമുക്ക് ഇന്ന് സ്വലാത്തുൽ ഫാത്തിഹ് ഒരു 5 പ്രാവശ്യം ചൊല്ലി നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. സ്വലാത്തുൽ ഫാത്തിഹ് അതിശ്രേഷ്ഠമായ സ്വലാത്താണ്. നമ്മൾ എല്ലാവരും ചൊല്ലുന്ന സ്വലാത്താണ്. ഒരു പ്രാവശ്യം സ്വലാത്തുൽ ഫാത്തിഹ ഓതിയാൽ നമുക്ക് കാണാം എന്ത്? മഹാനായ സയ്യിദ് അലവി അൽ മാലിക്കി മക്ക ഹറമിൽ ദർസ് നടത്തിയ പണ്ഡിതനാണ്. മഹാനവറുകൾ പറയുന്നുണ്ട് സ്വലാത്തുൽ ഫാത്തിഹിന്റെ നേട്ടം ഒരു സ്വലാത്തുൽ ഫാത്തിഹ ഓതിയാൽ 10,000 സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലമാണ്. മാത്രമല്ല 100 പ്രാവശ്യം ഒരു മനുഷ്യൻ സ്വലാത്തുൽ ഫാത്തിഹ ഓതിയാൽ അവന്റെ ഹൃദയത്തിന്റെ മറകൾ നീങ്ങും. അതായത് എപ്പോഴും ഹൃദയത്തിൽ അല്ലാഹു എന്ന ചിന്തയുണ്ടാകും. 1000 തവണ ഒരു മനുഷ്യൻ സ്വലാത്തുൽ ഫാത്തിഹ ഓതിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാം. സ്വലാത്തുൽ ഫാത്തിഹ ഒരു സ്വലാത്തിന് 1000 അല്ലെങ്കിൽ 10,000 സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലമാണ്. അപ്പൊ നിരവധി പ്രതിഫലമുള്ള സ്വലാത്തുൽ ഫാത്തിഹ നമുക്കൊക്കെ അറിയാം. ഇൻഷാ അല്ലാഹ് ആ സ്വലാത്തുൽ ഫാത്തിഹയും കൂടി നമുക്ക് ഓതിയിട്ട് നമുക്ക് ഇന്നത്തെ മജ്‌ലിസ് ഉപസംഹരിക്കാം. അല്ലാഹു തആല നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. നിരവധി സ്വലാത്തുകൾ ചൊല്ലുന്നുണ്ട്, ഒരുപാട് ദിക്ർ പറയുന്നുണ്ട്, തസ്ബീഹ് പറയുന്നുണ്ട്, സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്. ഇന്ന് നോമ്പുകാരാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ നോമ്പ് പിടിക്കാം. പിന്നെ അതുപോലെ ജുമാ ദിവസത്തിന്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഉമ്മമാരെ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു തആല നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. സ്വലാത്തുൽ ഫാത്തിഹ എല്ലാവരും ഒന്നിച്ച് ഓതിക്കേ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിക വൽ ഖാതിമി ലിമാ സബഖ നാസിരിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാതികൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിക വൽ ഖാതിമി ലിമാ സബഖ നാസിരിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാതികൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. الحمد لله. അല്ലാഹു തആല നമ്മൾ ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹിനെ സ്വീകരിക്കട്ടെ. സൂറത്തുൽ ഇഖ്ലാസിനെ കബൂലാക്കട്ടെ. ഈ വെള്ളിയാഴ്ച രാവിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു. എല്ലാം അല്ലാഹു തആല പരിപൂർണമായി കബൂൽ ചെയ്ത് നമ്മൾക്ക് എല്ലാവർക്കും അല്ലാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സദസ്സിനെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നമ്മുടെ ദുആഇനെ അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. ചെയ്തു പോയ തെറ്റുകൾ അല്ലാഹു തആല പുറത്തു തരുമാറാവട്ടെ. ഒരുപാട് നന്മകൾ ജീവിതത്തിൽ ചെയ്ത് അവസാനം മരിക്കുന്ന സമയത്ത് കെലിമ പറഞ്ഞു മരിക്കാൻ അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ. ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് നടത്തിയോ അവരുടെയും നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു തആല ശിഫാ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.